ഇന്ന് വിജയദശമി പൂജയെടുപ്പ്. വിദ്യയുടെയും കലകളുടെയും പുതിയ ഒരു തുടക്കം. മോള് ഭരതനാട്യം പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പൂജ ചിലങ്കം ഒരുക്കി വെച്ചതിന് ശേഷം കുട്ടികൾ രണ്ടാമത് തുടങ്ങുകയാണ്. ഈ ഒരു തുടക്കം, ഐശ്വര്യമായ തുടക്കം. കലകളുടെ ദേവിയായ മൂകാംബിക 9 ഭാവങ്ങളിൽ ഈ 9 ദിവസങ്ങളിൽ, നവരാത്രി ദിവസങ്ങളിൽ ഭൂമിയിലേക്ക് തൻ്റെ സകല ശക്തിയും നോട്ടവും അനുഗ്രഹവും വർഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണല്ലോ സങ്കല്പം. അപ്പോൾ ഈ 9 ദിവസവും കലകളുടെ ഉത്സവമാണ്, കലാകാരന്മാരുടെ ഉത്സവമാണ്, അവരുടെ കഴിവ് തെളിയിക്കുവാനുള്ള കാലമാണ്. അതിനുശേഷം നമ്മൾ പുതിയ ഒരു തുടക്കത്തിലേക്ക്, കലയുടെ ലോകത്തേക്ക് ഉള്ള ഒരു കാൽവയ്പ്പാണ് ഈ വിജയദശമി. ഈ നവരാത്രി അഥവാ 9 രാവുകൾക്ക് ശേഷമുള്ള വിജയദശമി, ആ പുണ്യ ദിവസത്തിൽ കലകളുടെ പുതിയ ഒരു തുടക്കം ആരംഭിക്കുകയാണ്. കലാകാരന്മാർ തങ്ങളുടെ വാദ്യോപകരണങ്ങൾ ദേവിക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. വിജയദശമി നാളിൽ ഗുരുവന്ദനത്തിന് ശേഷം അവ തിരിച്ച് ഗുരുവിൽ നിന്നും അനുഗ്രഹം വാങ്ങി ദക്ഷിണ നൽകി അത് തിരിച്ചെടുക്കുന്നു. പുതിയ കുട്ടികൾ പുതിയ ഒരു കലയിലേക്കുള്ള തുടക്കത്തിൻ്റെ കാൽവയ്പ്പാകുന്നു. അങ്ങനെ ഗുരുവിൻ്റെ അനുഗ്രഹം വാങ്ങി പുതിയ ഒരു വർഷത്തിലേക്കുള്ള, പുതിയ ഒരു കാലത്തിലേക്കുള്ള, ഭാവിയിലേക്കുള്ള ഒരു ചുവടുവയ്പ്പ്. കലാക്ഷേത്രം അഥവാ ഒരു ഡാൻസ് സ്കൂള് ഞങ്ങളുടെ പ്രിയപ്പെട്ട ആശ ടീച്ചർ ആരംഭിക്കുകയുണ്ടായി. അതായത് ആശ ശരത്ത് മാം ചേപ്പനത്ത് വന്ന് വീട് വയ്ക്കുകയും അവിടെ താമസമാക്കുകയും അവിടെ ഒരു നൃത്ത വിദ്യാലയം ആരംഭിക്കുകയും ചെയ്തു. ആ അവസരത്തിൽ തന്നെ എൻ്റെ മോൾക്ക് അവിടെ ചേരാനുള്ള ഒരു ഭാഗ്യം കിട്ടി. ഇപ്പോൾ 3ാമത്തെ വിജയദശമിയാണ് അവിടെ ചേർന്നതിന് ശേഷമുള്ള. ഇപ്പോൾ ഒരുപാട് കുട്ടികൾ അവിടെ നൃത്തം അഭ്യസിക്കുന്നുണ്ട്, ഭരതനാട്യം, മോഹിനിയാട്ടം എല്ലാം. അപ്പോൾ മാമിൻ്റെ അമ്മ കലാമണ്ഡലം സുമതി ടീച്ചർ ഇവിടെ പ്രധാനമായും നൃത്തം അഭ്യസിക്കുന്നു. ഇത്രയും വലിയൊരു കഴിവുള്ള ഒരു വ്യക്തിയുടെ കീഴിൽ നൃത്തം അഭ്യസിക്കാൻ സാധിക്കുക എന്ന് തന്നെ ഒരു ഭാഗ്യമല്ലേ. പൂജയെടുപ്പിന് ശേഷം എല്ലാവരും ചിലങ്ക കെട്ടി ചുവടുകൾ വച്ചതിന് ശേഷം ടീച്ചറമ്മയുടെ അനുഗ്രഹം വാങ്ങുകയാണ്. ഗുരുവന്ദനം. എല്ലാത്തിനും അധ്യാപകരുടെ, ഗുരുവിൻ്റെ അനുഗ്രഹമാണല്ലോ വലുത്. ഇവിടെ പനങ്ങാട് ഒരു മഹാഗണപതി ക്ഷേത്രമുണ്ട്. ഞങ്ങളുടെ മറ്റൊരു പുണ്യമല്ല, ഏറ്റവും ഭഗവാന്റെ മണ്ണിൽ ജനിക്കാനും ജീവിക്കാനും കഴിയുക എന്ന് തന്നെ വലിയൊരു കാര്യമല്ലേ. നമ്മുടെ കേരളത്തിൽ തന്നെ ഗണപതിയുടെ ക്ഷേത്രം ഒരു ഉപദേവതയല്ലാതെ മെയിനായിട്ട് തന്നെ ഗണപതി ഉള്ള ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ വളരെ വിരളമായിട്ടാണല്ലോ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്, ഭഗവാന്റെ മണ്ണിൽ ജീവിക്കാനും. ഭഗവാന്റെ ഈ 9 ദിവസവും അവിടെ കലകളുടെ ഉത്സവമാണ്. നൃത്തോത്സവം, സംഗീതോത്സവം, അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നാണ് ഒരുപാട് കലാകാരന്മാർ വന്ന് ഭഗവാന്റെ മുമ്പിൽ അരങ്ങേറുന്നത്. എൻ്റെ മോൾക്കും അങ്ങനൊരു ഭാഗ്യമുണ്ടായി, ഭഗവാന്റെ മുമ്പിൽ അരങ്ങേറാനായിട്ട്. ആശാ മാമും ഇപ്പോൾ ഇവിടെ 3 വർഷമായിട്ട് ഭഗവാന്റെ മുമ്പിൽ വിജയദശമി, ഈ നവരാത്രി നാളിൽ ഏതെങ്കിലും ഒരു ദിവസം ഭഗവാന്റെ മുമ്പിൽ കുട്ടികളുമായിട്ട് നൃത്ത സമർപ്പണം നടത്താറുണ്ട്. ഗണപതി ഭഗവാന്റെയും മൂകാംബികയുടെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹത്താൽ എല്ലാ കലാകാരന്മാർക്കും കലാകാരികൾക്കും നല്ലൊരു തുടക്കമാവട്ടെ ഇത്.
നല്ലൊരു ഉയരങ്ങളിലെത്താൻ വലിയ വലിയ കലാകാരികളായി മാറാൻ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എറണാകുളം ജില്ലയുടെ തെക്കേ അറ്റമായ നമ്മളുടെ ഈ കൊച്ചു ചേപ്പനം എന്ന ഗ്രാമം ചുറ്റുപാടും വെള്ളമാണ്. അതായത് കൈതപ്പുഴ കായൽ അതിൻ്റെ കൈവഴലാലും ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു കൊച്ചു ഗ്രാമം. അവിടെ ഒരുപാട് കലാകാരന്മാരും കലാകാരികളും കൊണ്ട് നിറയട്ടെ. ഒരു തൃപ്പൂണിത്തുറ പോലെ ഒരു വലിയ കലാഗ്രാമമായി മാറും ഞങ്ങളുടെ കൊച്ചു ചേപ്പനം നടരാജൻ്റെ അനുഗ്രഹത്താൽ.